വെൽക്കം ടു വരമേ ഡിസൈൻ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് അപ്ഡേഷൻ ആണ് കേട്ടോ. ഞാൻ ഇത് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു നെക്സ്റ്റ് ലെവൽ എത്തുമ്പോഴത്തേന് ഫസ്റ്റ് എനിക്കൊന്ന് ആ തുടക്കം തന്നെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുർത്തീസ്, കോട്ട് സെറ്റ് ഇതൊന്നും ഇല്ലേ ചേച്ചി, സാരീസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് അല്ല, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളും എത്തുകയാണ്. കുർത്തീസ്, കോട്ട് സെറ്റ് എല്ലാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ആക്ച്വലി നമ്മൾ കുർത്തീസ്, കോട്ട് സെറ്റ് ഒക്കെ ഇറക്കുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എൻ്റെതായ സ്റ്റിച്ചിങ്ങിൽ എൻ്റെതായ ഡിസൈൻസിൽ ഇറക്കണമെന്നായിരുന്നു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടേതായ സ്റ്റിച്ചിങ്ങിൽ നമ്മളുടേതായ ഇതിലാണ് നമ്മളത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ യൂണിറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഫസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. നമ്മുടെ യൂണിറ്റിന് നമുക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. നമ്മൾ വരമൈ എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ട് നമ്മുടെ കുർത്തീസ്, കോട്ട് സെറ്റുകൾ മാത്രമേ നമ്മൾ വരമയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ബൊട്ടീക്സിനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം അതൊക്കെ നമ്മൾ നിങ്ങളുടേതായ ബ്രാൻഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. നമുക്ക് ഇത്ര മിനിമം MOQ ഒക്കെ ഉണ്ട് നമുക്ക് അതിനകത്ത് വരുന്നതിനകത്ത്. അതൊക്കെ നമ്മൾ പുറകെ നമ്മൾ പറഞ്ഞു തരും. ഇപ്പം നമ്മുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. നമ്മുടെ ഈ യൂണിറ്റിൽ നമ്മൾ ആക്ച്വലി ഇത് രണ്ടായിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഒന്ന് നമ്മളുടെ വരമയുടേതായ മാത്രമായിട്ടുള്ള കുർത്തീസ്, കോട്ട് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടേതായ ബ്രാൻഡിലായിരിക്കും നമ്മൾ ചെയ്തിറക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ സിലൈ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഹോൾസെയിലായിട്ട് ഇപ്പം ഞങ്ങളുടെ തന്നെ കുർത്തീസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഹോൾസെയിലായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ ഷോപ്പിലേക്കൊക്കെ ആണെങ്കിലും അവരുടേതായ ബ്രാൻഡിലും ചെയ്ത് വേണമെങ്കിൽ നമ്മൾ അതേപോലെ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഫാബ്രിക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ രീതിയിൽ മിനിമം MOQ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഒത്തിരി വലിയ MOQ ഇല്ലാതെ കുറഞ്ഞത് വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് വലിയ MOQ ഒന്നും എടുത്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കുള്ള രീതിയിൽ നമുക്ക് ചെറിയ MOQയിൽ നമ്മളതിനെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളിപ്പം കുർത്തീസ്, 3 പീസ് സെറ്റ്, കോട്ട് സെറ്റ് എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് പുറകെ ഇപ്പം നമ്മളിതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ ഇപ്പം അറിയിക്കാം. ഇപ്പം നമ്മുടെ ഇതുപോലെ നമ്മൾ ബൊട്ടീക്സിൻ്റെതാണേലും വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ റീസെല്ലേഴ്സ്, എനിക്ക് ഒത്തിരി മെസ്സേജ് വരുന്നതാണ് പക്ഷേ റീസെല്ലിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. നമ്മൾ ഇതുവരെയായിട്ട് നമ്മൾ റീസെല്ലിങ് നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ കുർത്തീസ്, കോട്ട് സെറ്റ് എടുക്കുമ്പോഴത്തേനും നിങ്ങൾക്കാണെങ്കിൽ റീസെല്ലേഴ്സിനാണെങ്കിലും നമ്മൾ വെൽക്കം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബാക്ക് കൂടെ നമ്മൾ എല്ലാ അപ്ഡേഷൻസും നമ്മൾ തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു യൂണിറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ എല്ലാം നമ്മുടെ ആദ്യം മുതൽ വരമയുടെ ഓരോ സ്റ്റെപ്പുകളെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഇങ്ങനൊരു വീഡിയോ തന്നെ ഇടുന്നത്. നമ്മളെ ഒരടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അത് നിങ്ങളിലെ കൂടെ തന്നെ അറിയിച്ചു പോകണമല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു രീതികൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിലൈ ക്രിയേഷൻസിൻ്റെ പേജിൽ നമ്മൾ മെൻഷൻ ചെയ്തേക്കാം. അപ്പം നമ്മുടെ ഹോൾസെയിൽ അതേപോലെ തന്നെ ഫാബ്രിക് സോഴ്സിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ സിലൈ ക്രിയേഷനിലായിരിക്കും വരുന്നത്. ഇനി നിങ്ങളുടേതായ ഫാബ്രിക് കൊണ്ടുവന്നിട്ട് അത്